ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ഇൻഡിഗോ ഓയിലിൻ്റെ ഡാഷ്ബോർഡ് ഷൈനറിനെ സംബന്ധിച്ചാണ്. ഇത് ഇൻഡിഗോ ഓയിലിൻ്റെ ഡാഷ്ബോർഡ് പോളിഷ് ചെയ്യുന്ന പോളിഷാണ്. ഈ പോളിഷ് എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഈ പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റ് കേരളമാകെ സപ്ലൈ ചെയ്യുന്നതിന് ഡിസ്ട്രിബ്യൂട്ടറെയും അതുപോലെ തന്നെ ഡീലറെയും വേണ്ടിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 9447345120. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഞാൻ ആദ്യം ഈ പോളിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡാഷ്ബോർഡിൽ പൊടിയെല്ലാം ഇപ്പോൾ ഉണ്ട് ചെറുതായിട്ട്. ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് നനച്ച് പുഴിഞ്ഞതാണിത്. ഇപ്പോൾ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഇത് ഉണങ്ങണമെന്നില്ല, ചെറിയൊരു ഈർപ്പം വേണം. ഞാനിത് ആദ്യം തുടച്ചതിന് ശേഷമാണ് പോളിഷ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് തുടച്ചു കഴിഞ്ഞാൽ ഈ പൊടിയെല്ലാം നന്നായിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോളിഷ് ചെയ്യാവുന്നതാണ്. ഇല്ല കാലാവസ്ഥ മോശമാണെങ്കിൽ ഈ നനഞ്ഞ ഫൈബർ ക്ലോത്ത് കൊണ്ട് തുടച്ച് ഒരു 5 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാര്യം തുടച്ച് കഴിയുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പമെല്ലാം പോയി കഴിയുക. കാലാവസ്ഥ അങ്ങനെയാണല്ലോ. ഇപ്പോൾ പൊടിയെല്ലാം പോയി കഴിഞ്ഞു. ഇനി നമ്മൾ ആ പോളിഷ് അപ്ലൈ ചെയ്യണം. ഇത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്പോഞ്ചാണ്. ഈ സ്പോഞ്ചിൽ വേണം ചെയ്യാൻ, അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. ഇത് കൂടിപ്പോയി, ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആദ്യം മീറ്ററിൻ്റെ മുകൾ ഭാഗമാണ് പോളിഷ് ചെയ്യുന്നത്, മീറ്റർ ബോർഡിൻ്റെ. നല്ല മണവും ഉണ്ട് കേട്ടോ. കാലാവസ്ഥ ചൂടായത് കാരണം എളുപ്പം ഇതിനകത്ത് പിടിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ആദ്യം എടുത്ത അത്രയും കൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ പോളിഷ് ചെയ്യാൻ തികയും. ഇനിയിപ്പോൾ ഒന്നുകൂടി എടുക്കേണ്ടതായിട്ട്. അതിൻ്റെ ബാക്കി വരുന്ന അഴുക്കാണ്, നേരത്തെ ക്ലോത്തിൽ തുടച്ചതിന് ശേഷവും പറ്റി പിടിച്ചിരുന്ന അഴുക്കാണ് ഇതിലിളകിയത്. അപ്പം അഴുക്കും പോവും, ഗ്ലേസിങ്ങും കിട്ടും. ഡാഷ്ബോർഡ് മൊത്തം ഇപ്പോൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നേരത്തെ ഇരുന്നതിനേക്കാളും നന്നായിട്ടില്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഈ ഡോർ പാഡിൻ്റെ ഭാഗം കൂടെ ഞാൻ ചെയ്യുകയാണ്. ഇത്രയും ഇത് 250 മില്ലിയാണ്. ഇതൊരു 8-10 വണ്ടി പോളിഷ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ തന്നെ ഡീലർഷിപ്പും താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.